ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പറ മോട്ടക്കുട്ട. ഇങ്ങോട്ടാണെങ്കിൽ ഭയങ്കര വെയിലാട്ടോ, അതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഒരു 2 വർഷത്തെ ഒരു സ്വപ്നം അല്ലേ, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മൾ. തൊടുപുഴയ്ക്കാണ് കേട്ടോ പോകുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നൊരു യാത്രയുണ്ടെന്ന്. അപ്പോൾ തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയിൽ ഞങ്ങൾ ഇടയ്ക്ക് നിർത്തിയിട്ട് ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ സമയം 9 മണി അല്ലേ, 9. അതിൻ്റെ എൻ്റെ കൊച്ചിൻ്റെ ഒരു കണ്ണ്. അപ്പം ഞങ്ങൾ തൊടുപുഴയ്ക്ക് പോവാണ്ട്. തൊടുപുഴ നമ്മുടെ താബോർ ഏഴുമുട്ടം ധ്യാന കേന്ദ്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ നമുക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. നമ്മുടെ ആവക്കുട്ടി ഉണ്ടായതിൻ്റെ ഒരു അത്ഭുത സാക്ഷ്യമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ആർക്കെങ്കിലും നമ്മൾ പറയണത് കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ ഇതിൽ കയറി നോക്കിയാൽ അതായിരിക്കും അല്ലേ, ലൈവായിട്ട് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പം ഞങ്ങൾ അതിനുവേണ്ടി പോവാണ്. 10:30 ആകുമ്പോഴത്തേക്ക് എത്തിയാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങി. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ എവിടെയും നിർത്തിയൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ബ്ലോക്കുകളൊക്കെ വന്ന് അങ്ങനെ നിന്ന് പോയി അല്ലേ അപ്പൂട്ടാ. ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. ഇനി വല്ല വണ്ണപ്പുറം അങ്ങനെ എത്തിയിട്ട് കാപ്പി കുടിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം പോന്നാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ ആ ഒരു റൂട്ടല്ല കേട്ടോ, ഞങ്ങൾ വേറെ റൂട്ടാണ്. ആ റൂട്ട് ഭയങ്കര വളവും ചെരുവായതുകൊണ്ട് ഞാൻ അമ്മാതിരി വോമിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ റൂട്ട് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വഴി അങ്ങനെ അറിയത്തില്ല. ഈ വഴി ഞങ്ങൾ ഫസ്റ്റാണ് വന്നിട്ടുണ്ട്. ഞാൻ വന്നിട്ടുണ്ട്, പക്ഷേ എന്നാലും നമ്മൾ സ്വന്തം വണ്ടിക്കൊന്നും നമ്മളങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് അച്ഛയ്ക്കും വഴി അത്ര പിടുത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ റൂട്ട് മാപ്പൊക്കെ വെച്ച് ആണ് കേട്ടോ പോകുന്നത്. അതുകൊണ്ട് ഇച്ചിരി ഗുഡ്സ് വഴി തന്നെ അത്ര നല്ല വഴിയൊന്നും അല്ല. ഗൂഗിളും വെച്ച് അത്ര നല്ല വഴി കിടന്നല്ല ഞങ്ങളെ കൊണ്ടുപോകുന്നത്. കടിച്ചു വരികയാണോ അപ്പൂട്ടി? പോകാം നമുക്ക്. അപ്പോൾ ഇനി എന്തായാലും നമുക്കറിയില്ല, കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കവിടെ വീഡിയോ എടുക്കാമായിരുന്നല്ലേ. ആ സമയത്തൊന്നും ആരും വീഡിയോ ഒന്നും എടുക്കില്ലായിരിക്കും കേട്ടോ, തോന്നുന്നില്ല എന്തായാലും. പക്ഷേ അവരുടെ ഇതിൽ ലൈവായിട്ട് വരും. അപ്പം അന്നേരം ഞങ്ങൾക്കും കാണാം. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയി ആവക്കുട്ടി ഉണ്ടായതിൻ്റെ ഒരു 4,000 ഭയങ്കര ആളല്ലേ അവിടെ. അത്രയും ആളുകളും കണ്ടില്ലേ, എനിക്കറിയത്തില്ല കേട്ടോ. ഏത് 300 600 പേരെ കണ്ടക്കില്ലേ നമ്മളൊക്കെ പോയപ്പോൾ? ആണോ? പക്ഷേ ഈ ശനിയാഴ്ചകളിലത്തെ ഇതിന് ഭയങ്കര ആളാട്ടോ. അവിടെ ഒന്നും നിൽക്കാൻ പോലും സ്ഥലമില്ല. ഇവളെങ്ങനെ നിൽക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മൾ പോയിട്ട് ഞങ്ങൾ അവിടെയൊക്കെ കാണിക്കാം കേട്ടോ. ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ വീഡിയോയിൽ അവിടെ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ അവിടെയൊക്കെ കാണിക്കും. ഭയങ്കര സന്തോഷമാണ് സാക്ഷ്യം പറയാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞങ്ങൾ അന്ന് അച്ഛനെ കണ്ട് അന്ന് തൊട്ട് ഞങ്ങൾ സ്വപ്നം കാണുന്നതാണ്. അവിടെ കയറി ആൾക്കാരിൽ കയറി നിന്ന് സാക്ഷ്യം പറയാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ വലിയൊരു സ്വപ്നം. അപ്പം അത് സാക്ഷാത്കരിക്കാൻ പോവുകയാണ്. കുറച്ച് സമയം കൂടി ഉള്ളൂ ഇനി. അപ്പോൾ 4,000 പേരുടെ മുന്നിൽ നിന്ന് നമ്മൾ സംസാരിക്കാം. അതിനുള്ള ഒരു ഗട്ട്സ്, ഒരു ധൈര്യമൊക്കെ ദൈവം തരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പോകാമല്ലേ. വെൺമണി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ നമ്മളൊരു ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഗ്യാസൊക്കെ കയറി പ്രശ്നമായി, അല്ലെങ്കിൽ ഞാനാണെങ്കിലും സീനാവുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അതിനറിയില്ല, ഭാഷ മനസ്സിലാവും. അങ്ങനെ ഞാൻ കടയിലെത്തിയിട്ടുണ്ട്. എൻ്റെ ഷോൾ നിലത്തൂടി വരുന്നു. അപ്പൂട്ടിക്ക് എന്തെങ്കിലും വേണോ? അപ്പൂട്ടി കഴിച്ചാൽ ഇഡ്ഡലി മേടിക്കട്ടെ, ഇഡ്ഡലി. കുട്ടിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം അവർക്ക് കളിക്കാൻ കിട്ടിയിട്ടുണ്ട്, ഫ്ലാസ്ക്. അപ്പോൾ അത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവനോട്ട്. ഞാനോട്ടെ എൻ്റെ പൊറോട്ട ആയിട്ട് നീ അല്ലേ കയറിയിരിക്കണം, ഞാൻ കഴിച്ചോട്ടെ നിന്നെ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. നമ്മളൊരു വളരെ നല്ല കാര്യത്തിന് പോവുക. ഹലോ, അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ താബോറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ അല്ലേ. ഭയങ്കര വെയിലാണ്, ഭയങ്കര വെയിൽ, ഭയങ്കര ചൂട്, ഭയങ്കര തിരക്കും ഉണ്ട് കേട്ടോ. ഇവിടെ ഇതുണ്ടോ, ഇത് പാർക്കിങ്ങിൻ്റെ സ്ഥലമാണ് കേട്ടോ. താബോർ ഇച്ചിരി കൂടി അങ്ങോട്ട് പോകണം. പാർക്കിംഗ് അപ്പുറത്തും ഉണ്ട്, കുറേ പാർക്കിംഗ് ഉണ്ടല്ലേ. ഒരുപാട് പേര് ബസ്സിന് വന്നവരുണ്ട്, ഒത്തിരി പേര് ബസ്സിന് ട്രിപ്പ് അടിക്കുന്നുണ്ട്. ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഞാൻ 2 പേരെ കണ്ടു. 2 പേരെ കണ്ടോ? ചിരിച്ചല്ലേ പള്ളിക്കകത്തിരുന്നപ്പോൾ. കുറേ സ്ഥലത്ത് പാർക്കിംഗ് ഉണ്ട് അല്ലേ. അപ്പം ഞങ്ങൾ
ഇനി സാക്ഷിയൊക്കെ പറഞ്ഞു ഞങ്ങൾ തിരിച്ചു പോവാണ് അല്ലേ. ഇവള് ഭയങ്കര ബഹളം എന്നല്ല, ഇവൾക്ക് അതിൽ ഓടി കളിച്ച് നടക്കണം, അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായോണ്ട് ഞാൻ ഉടുപ്പൊക്കെ കുഴിച്ചിട്ടേക്കോ ചൂട് കാരണം കേട്ടോ. ഭയങ്കര തിരക്കായതുകൊണ്ട് അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അവൾ ബഹളം വയ്ക്കുന്നതാണ്. തിരക്കായതുകൊണ്ട് തന്നെ അതിൽ ഓടി നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷേ ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ഓടുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞടി അച്ഛൻ വഴക്ക് പറയൂടി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ചേച്ചി അവിടുത്തെ വോളണ്ടിയറാണ് കേട്ടോ. ആ ചേച്ചി വന്നിട്ട് പറഞ്ഞു, അമ്മ ചുമ്മാ അറിയണ കേട്ടോ, അച്ഛൻ വഴക്കൊന്നും പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ സാക്ഷിയൊക്കെ പറഞ്ഞു, വലിയ കുഴപ്പമില്ലാന്ന്. എന്നാലും നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് കേട്ടോ അത്രയും സിവിയറിൻ്റെ സ്റ്റേജിൻ്റെ മുന്നിൽ അത്രയും പേരുടെ മുന്നിൽ നിന്ന് പറഞ്ഞപ്പോൾ ടെൻഷൻ അടിച്ചു. ഭയങ്കര പണിയായിരുന്നു ഇത്, ഇരട്ടി സമയം പോയി. അതെ, നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം. ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്, നമ്മൾ തൊടുപുഴ ടച്ച് ചെയ്യാതെ നമ്മൾ കയറി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ അപ്പുറത്തെ വഴി വരുവാണെങ്കിൽ തൊടുപുഴ വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് വരണമായിരുന്നു. അതുകൊണ്ട് നമ്മളിങ്ങനെ, പക്ഷേ വഴി ഇത്തിരി കടുകട്ടിയാണ്. വഴി എന്നാണോ ഗൂഗിൾ അമ്മച്ച് കൊണ്ടുപോയി വഴി മോശമായിട്ടാണോ എന്നറിയത്തില്ല അല്ലേ. എന്തോ വഴിയിൽ എന്തൊക്കെയോ അപാകതകളുണ്ടായിരുന്നു. അപ്പം നമ്മൾ പരിചയമുള്ള കുറേ പേരെ കണ്ടു കേട്ടോ. ഒത്തിരി പേര് ചിരിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ സാക്ഷ്യം എഴുതാൻ ചെന്ന സ്ഥലത്തും നമ്മളറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങളെ ഞാൻ പറഞ്ഞു യൂട്യൂബ് ഇതല്ലാണ്. അപ്പോൾ അപ്പുറത്തെ ചേച്ചി യൂട്യൂബൊന്നും കാണാത്തയാളാണ്. ഈ യൂട്യൂബൊക്കെ ഇടയ്ക്കൊക്കെ കാണണമെന്ന് ഇപ്പുറത്ത് ഇരിക്കുന്ന ചേച്ചി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാവരും കണ്ടു. അപ്പോൾ അച്ഛനെ കണ്ടപ്പോഴാണ് ഒന്നുകൂടി മനസ്സിലായെന്ന് പറഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾക്ക് ചോറൊക്കെ ഉണ്ണണം. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. രാവിലെ ഒരു പൊറോട്ടയിൽ നിൽക്കുന്നതാണ് ഞാൻ. ആ പൊറോട്ട ആയതുകൊണ്ട് മാത്രം അത് റബ്ബർ ഷീറ്റ് പോലെ ഇരുന്നോളൂ, ദഹിക്കില്ല അല്ലേ, വിശക്കത്തില്ല. വെള്ളം കുടിച്ച് ഇവിടെ കാലാവസ്ഥ ഭയങ്കര ചൂട്. നമ്മുടെ അവിടെ പോലും ഇപ്പോൾ ചൂടാണ് അല്ലേ. അപ്പം അങ്ങനെ വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നുള്ളത്. ഇവിടെ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് വരണമെന്നായിരുന്നു. പിന്നെ കുഞ്ഞിനെ കൊണ്ട് വരാൻ, പിന്നെ നമുക്ക് വണ്ടി ഇല്ലാതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരാൻ താമസിച്ചതാണ്. ഇപ്പോൾ എന്തായാലും 1 വയസ്സും 3 മാസവും ആയപ്പോൾ നമ്മൾ എന്തായാലും വന്നു. ഭയങ്കര സന്തോഷം, ഭയങ്കര ദൈവാനുഗ്രഹമുള്ള ഒരു സമയമാണ് കേട്ടോ. ദൈവം തന്ന ഒരു വലിയ കാര്യത്തിന് ദൈവത്തിന് തന്നെ സാക്ഷ്യം പറയാന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല. നമ്മൾ പറയാതിരിക്കുന്നതാണ് വളരെ മോശമായിട്ടുള്ള കാര്യം അല്ലേ. അതെന്തായാലും നമ്മൾ പറയണം. ദൈവം നമ്മൾ പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞൊരു കാര്യം ദൈവം നമുക്ക് നടത്തി തന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളത് പറയണം. ഇതെല്ലാവർക്കും എത്രത്തോളം മനസ്സിലാവുന്നൊന്നും എനിക്കറിയത്തില്ല ഞാനീ പറയുന്നത്. പക്ഷേ നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് പറയണം. ഇങ്ങനെ സാക്ഷ്യമൊക്കെ പറയാതെ പോയിട്ട് കുറേ നാളുകൾ കഴിഞ്ഞിട്ട് പല പല ബുദ്ധിമുട്ടുകളൊക്കെ ഫേസ് ചെയ്തിട്ട് വന്ന് വർഷങ്ങൾക്ക് ശേഷം വന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ, സോറിയൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിനൊന്നും ഇടവരുത്താണ്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. മുഖത്തൊക്കെ ഭയങ്കര ക്ഷീണമാണ്, വയ്യ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഞങ്ങളുടെ പറഞ്ഞ് സാക്ഷി കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ താബോറിൻ്റെ തന്നെ അല്ലേ അതിലേക്ക് ചാനലിൽ കയറിയാൽ കാണാൻ പറ്റും. അപ്പം അത്രയേ ഉള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്നത് കാട്ടിക്കൂടെയാണ്. കാട്ടിക്കൂടെ പോകുമ്പോൾ ചിലപ്പോൾ ഞാൻ അബോധാവസ്ഥയിലായി പോകും, ഛർദ്ദിച്ച് പ്രശ്നം ഉണ്ടാക്കും ചിലപ്പോൾ, ഞാൻ അറിയത്തില്ല. അതുകൊണ്ട് അത് പേടിച്ചിട്ടാണ് കേട്ടോ ഈ പ്രാവശ്യം നല്ല വഴിക്ക് വേറെ വഴിക്ക് വന്നത്. കാരണം അങ്ങനെ ഛർദ്ദിക്കാൻ വന്നാലേ ഛർദ്ദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്. എനിക്കിവിടെ നിന്ന് സംസാരിക്കാനൊന്നുമുള്ള കപ്പാസിറ്റി ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ വഴിക്ക് വന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ സാരമില്ലല്ലോ, നമ്മൾ വേറെ എവിടെ ഇറങ്ങുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വൊമിറ്റ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ അതിൽ പോകണം. അതാകുമ്പോൾ വലിയ തിരക്കില്ലാത്ത വഴിയാണ്, നല്ല വഴിയാണ്. പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൊടും വളവുകൾ മാത്രമേ ഉള്ളൂ. ഈ വന്ന വഴി പോലെയല്ല. വന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ മുണ്ടൻമുടി എന്നൊക്കെ പറഞ്ഞ വഴിയാണ്. ഞാൻ ആദ്യമായിട്ട് കാളിയാറ് കൂടി അങ്ങനെയാണ് വന്നത്. മുണ്ടൻമുടി എന്നാ പൂട്ടായി കാണിക്കുന്നത് കയറ്റം ഇങ്ങോട്ടിറക്കമായിരുന്നു, അങ്ങോട്ട് നല്ല കയറ്റമാണ്. നമുക്ക് അത്ര ഇതില്ലാത്തത് കൊണ്ടും പിന്നെ നല്ല വഴിയാണ് കേട്ടോ. നമുക്ക് അറിയാവുന്ന വഴിയും ആ നല്ല വഴിയാണ്. അതുകൊണ്ട് ആ വഴി പോകണം എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഇത്രേ ഉള്ളൂ. ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം. ശരിയാണ്. ചോറ് കഴിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതിവിടെ കായലരികത്തിരുന്നാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ കാണിച്ചത്. വെള്ളം ഇതിൽ ഒഴുകിക്കൊണ്ടിരിക്കും. കറക്റ്റ് സമയത്തേക്കും ആൾക്കുട്ടി ഉറങ്ങിപ്പോയി. പിന്നെ അച്ഛാദ്യം വന്ന് കഴിച്ചു, ഞാൻ പുറകെ വന്നു. അവിടെ അവളുണ്ട്, വണ്ടിയിലുണ്ട്. അപ്പം ഞാനൊരു ചോറ് പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത്. ചോറ് പറഞ്ഞിട്ടുണ്ട്. ചോറ് ഇപ്പം വരും. എപ്പോൾ വരും? എപ്പോഴോ വരും. എൻ്റെ ഷോള് അവൾക്ക് വെയിലടിക്കാതിരിക്കാൻ വണ്ടിക്കകത്തിട്ടേക്കാണ്. അതുകൊണ്ടാണ് കേട്ടോ ഷോളില്ലാണ്ട് ഇറങ്ങിയത്. നല്ല രസമാണ്, നല്ല റെസ്റ്റോറൻറ്റ്. ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓണാണ്,
കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ പ്രാവശ്യം സംഭവിച്ചിരിക്കുന്നു. വഴി മാറിപ്പോയിട്ട് വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഇത് ഇച്ചിരൂടെ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് ഛർദ്ദിച്ചത് അല്ലേ? എത്താറായി. കുറേ നേരം പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ ചോദിക്കും ഞാൻ നിർത്തണം. എന്താണേലും ഈ സൈഡിലാണ് ഇരുന്നത്. ഈ സൈഡിൽ അങ്ങോട്ട് പോകുമ്പം റോഡ് ഇതാണ്, നമ്മൾ എതിരെ വരുന്ന വണ്ടിയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. എന്തായാലും നല്ലൊരു സ്ഥലം കിട്ടി. ആ സ്ഥലത്താണ് എന്താണേലും ഇത്രയും പിടിച്ച് നിന്ന് എന്താണേലും കേട്ടോ. നമ്മൾ അവിടെ വെച്ച് കണ്ട വണ്ടിയല്ലല്ലോ, അല്ലല്ല വേറെ വണ്ടിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ കുഞ്ഞി തേരിപ്പെട്ടു. കുഞ്ഞി അവർക്ക് പേടിയാണ് കേട്ടോ സൗണ്ട് കേൾക്കുമ്പോഴത്തേനും. കഴിഞ്ഞ പ്രാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്രാവശ്യം അത്യാവശ്യം നിങ്ങൾക്ക് അറിഞ്ഞു. പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര പേടി പോലെ ആയിപ്പോയി. എന്താണേലും കുറച്ച് ദൂരം കൂടെ ഉള്ളൂ, ഒരു 10-15 മിനിറ്റേ ഉള്ളൂ വീട്ടിൽ ചെല്ലാൻ വേണ്ടി. എന്താണെങ്കിലും പക്ഷെ അത് പോയത് നന്നായി. അല്ലെങ്കിൽ പിന്നെ ഈ ഉള്ളിൽ കിടന്നിട്ടേ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. എന്തായാലും ഓക്കെ. ഹലോ, അപ്പോൾ നമ്മൾ താബോറിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്കാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ പോയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ പുതുതായിട്ട് വന്നവർ അല്ലെങ്കിൽ ഒരു 1 ഇയറിന് ശേഷം കാണുന്നവർക്കാണെങ്കിൽ ഒന്നും പിടികിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അറ്റവും മൂലയും ഇല്ലാതെ പറഞ്ഞതിനേക്കാളും അതൊന്ന് ക്ലിയർ ചെയ്ത് പറയണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അതുമാത്രമല്ല, ഈ വീഡിയോ കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു ഉപകാരം ആയാലോ, അല്ല നമുക്ക് കിട്ടിയ ഒരു നല്ല കാര്യം, അത് നമുക്ക് കിട്ടിയ ഒരു ഭാഗ്യം, അത് വേറൊരാൾക്കൊണ്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചാലും നമ്മൾ അന്ന് അനുഭവിച്ച അതേ ബുദ്ധിമുട്ട് ഇന്ന് അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്കതൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓർത്തു ബാക്കി സംസാരിക്കാം. 1-2 കാര്യങ്ങളും കൂടെ സംസാരിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, നമ്മൾ താബോർ ഏഴുമുട്ടത്തിൽ പോയത് അത് ഒരു പ്രൊമോഷനായിട്ടോ അല്ലെങ്കിൽ ഇതൊരു വിശ്വാസത്തിൻ്റെതായിട്ടോ ഒന്നും നിങ്ങൾ കാണരുത്. വിശ്വാസത്തിൻ്റെതായിട്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ പക്ഷേ അങ്ങനെ വിചാരിക്കരുത്, ഞാൻ അതിനെ ഇതാക്കി പറയുന്നു ഒന്നുമല്ല. ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളും ആയിക്കോട്ടെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൽ ഒരു 99% ഏതെങ്കിലുമൊക്കെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ പറയുന്നത്. അപ്പം ഈ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അനുഭവിച്ചത് കൊണ്ടാണ് നിങ്ങളോടത് പറയാമെന്ന് വിചാരിച്ചത്. അപ്പം നമുക്ക് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം ഒരു 2.5-3 വർഷത്തോളമായിട്ട് നമുക്കൊരു കുഞ്ഞില്ലാണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അങ്ങനെയുള്ളവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ ക്വസ്റ്റ്യൻസ്, കുറേ ആളുകളുടെ മുഖം, കുറേ വാക്കുകൾ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം ഈ 2.5 വർഷം, ചുരുങ്ങിയ 2.5 വർഷത്തിനുണ്ടിടയിൽ ഞങ്ങൾ വളരെയധികം മോശമായിട്ട് ഫേസ് ചെയ്ത ആൾക്കാരാണ്. അപ്പം 5-6 അല്ലെങ്കിൽ 10-15 വർഷമായിട്ട് ഇത് ഫേസ് ചെയ്യുന്ന ആളുകളെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റണില്ല. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയെ കൂടി ഞങ്ങൾ കടന്നു പോയപ്പോഴാണ് ഞങ്ങൾ ഒരുപാട് ഹോസ്പിറ്റലിൽ പോയി. നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റെസ്പോൺസും ഒരിടത്തുനിന്നും കിട്ടിയില്ല. അങ്ങനെയാണ് ഞങ്ങളിവിടെ ധ്യാനം കൂടാനായിട്ട് വരുന്നത്. മുൻപ് ഒരുപാട് വട്ടം ഞങ്ങളവിടെ പോയിട്ടുണ്ട്. കല്യാണം നടക്കാനായിട്ട് പ്രാർത്ഥിച്ചു, കല്യാണം നടന്നിട്ടുണ്ട്. വീട് വെക്കാനായിട്ട് പ്രാർത്ഥിച്ചു, വീട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി എല്ലാവരും പറയും, ഇന്ന് ഈ ആശുപത്രി പോകണ്ടല്ലോ, പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്നല്ലേ. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ കാര്യമാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവമാണ്. അത് ഇഷ്ടമുള്ളവർക്ക് എടുക്കാം. ഇനി ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ ഇതുവഴി കേട്ട് ഇതുവഴി കളയാം, അല്ല ഇതുവഴി കേട്ട് ഇതുവഴി കളയാം. ഓക്കെ. അപ്പം അങ്ങനെ ഞങ്ങളവിടെ എത്തി. അവിടുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചതെന്നും കണ്ണുനീരില്ലായിരുന്നു. ഞങ്ങളുടെ കണ്ണിൽ നിന്ന് വരാൻ ചോര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഞങ്ങളവിടെ എത്തുന്നത്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങളുടെ അടുത്ത് അച്ഛൻ പറഞ്ഞത് ഉറപ്പായിട്ടും ഒരു കുഞ്ഞിനെ ദൈവം തരും, ഒരു 90 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, അതുപോലെ എന്താ പറയുക 7 മാസത്തിനുള്ളിൽ ദൈവം ഒരു കുഞ്ഞിനെ അല്ലെങ്കിൽ ഒരു പ്രഗ്നൻ്റ് ആകും, ഒരു നല്ല വാർത്ത കേൾക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ വന്നൊരു 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അതുപോലെ പ്രാർത്ഥിച്ചു കേട്ടോ. അത് പറയണം പ്രത്യേകിച്ച്, അല്ലാണ്ട് പ്രാർത്ഥിക്കാതിരുന്നിട്ട് നമുക്ക് അനുഗ്രഹം കിട്ടിയില്ല എന്ന് പറയരുത്. ഞങ്ങൾ അതുപോലെ പ്രാർത്ഥിച്ചു. അതുപോലെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ടായിരിക്കണം എന്നല്ല, 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പം
അതിന് ശേഷമാണെങ്കിലും കുഞ്ഞിൻ്റെ ബ്രെയിനിൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ പ്രാർത്ഥന കൈവിട്ടില്ല. നമുക്ക് മെഡിക്കൽ സയൻസിൽ കൊണ്ട് പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ ക്യാഷ് കൊണ്ട് അത് എത്രയുണ്ടെങ്കിലും അത് കൊടുത്താലും നമുക്ക് കിട്ടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ദൈവാനുഗ്രഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കൂടി മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അത് അനുഭവിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ. അങ്ങനെ ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ്. അപ്പം അന്ന് അച്ഛൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട്, അതായത് കൃത്യം 1 വർഷം ധ്യാനം കൂടി കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആവക്കുട്ടി ഉണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങൾ ആവാ മരിയ എന്നവൾക്ക് പേര് വിട്ടത് കേട്ടോ. മാതാവ് തന്ന കുഞ്ഞായതുകൊണ്ട് മാതാവിൻ്റെ പേര് കൂടി ചേർത്തിട്ടാണ് നമുക്ക് അവൾ ഇട്ടിരിക്കുന്നത്, നമ്മൾ അവക്കിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ പോയത്. അപ്പം ഞങ്ങളെപ്പോലെ വർഷങ്ങളായിട്ട് ഈ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന ആളുണ്ട്. മരുന്ന് മന്ത്രം വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി നല്ല പോലെ സ്പീഡിൽ നടക്കും, ഒന്നുകൂടി ക്ലിയറായിട്ട് നടക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളെപ്പോലെ. ഞാൻ ഒരുപാട് പേരോട്, അതായത് വല്ല അസുഖങ്ങളായിട്ട് നടക്കുന്നവരാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളവരോട് ഞാൻ പറയാനുണ്ട്, പ്രാർത്ഥിക്കണം. എന്നുവെച്ച് മരുന്ന് കഴിക്കേണ്ടെന്നല്ല, പ്രാർത്ഥിക്കണം. ഇന്ന സ്ഥലത്ത് പോയാൽ നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, എനിക്ക് നല്ലതുണ്ടാകാൻ വേണ്ടിയിട്ടല്ല ഞാനത് പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ലത് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രശ്നം മാറും എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഒത്തിരി പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതായിരുന്നു ഞങ്ങൾക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ്. 2.5 വർഷമായിട്ട് അല്ലെങ്കിൽ 3 വർഷമായിട്ട് ഞങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ട് നടക്കാത്തൊരു കാര്യമാണ് ഞങ്ങൾക്ക് നടന്നത്. അപ്പം അതിൻ്റെ ഒരു അത്ഭുത സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ താബോറിലേക്ക് പോയത്. അതറിയാം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആദ്യം മുതൽ നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. നമുക്കൊരു 4-5 ദിവസമൊക്കെ നമ്മൾ ഒരുപാട് ഹോസ്പിറ്റലുകൾ കയറി വർഷങ്ങൾ പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് വെറും ഒരു 5 ദിവസത്തെ കാര്യമുള്ളൂ. അപ്പം വിശ്വാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ലത് നടക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് പോയി ശ്രമിക്കുക. പറ്റും, ദൈവം തമ്പുരാൻ നടത്തിത്തരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനയുണ്ട് കേട്ടോ. പ്രാർത്ഥന, മരുന്ന് എല്ലാം നമുക്കുണ്ടായിരുന്നു. മരുന്നെന്ന് പറയാൻ നമ്മൾ ചെറിയ ഫോളിക് ആസിഡ് പോലത്തെ സംഭവങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കല്ലാണ്ട്, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആർക്കും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് രണ്ടാർക്കും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു വിടുന്നത്. അത് പക്ഷേ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്. ഞാൻ ഇത്രയും ഓപ്പണായിട്ട് നിങ്ങളോട് സംസാരിച്ചത് ഒരാൾക്കെങ്കിലും. ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത്, ആദ്യമേ ഈ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ചെയ്ത്, നമ്മുടെ കമൻറ്റ് ബോക്സ് നിറച്ച് 10 വർഷമായിട്ട്, 15 വർഷമായിട്ട്, 5 വർഷമായിട്ട്, 6 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരുടെ കമൻറ്റുകളായിരുന്നു മുഴുവനും. അപ്പം അല്ലെങ്കിൽ ഇവളുണ്ടായ ഒരു വീഡിയോ ചെയ്തപ്പോഴും എനിക്കൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ആളുകളുടെ കമൻറ്റ് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഇതിലൊന്ന് പങ്കെടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ തരാം. എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ പ്രാർത്ഥനയും ബാക്കിയൊക്കെ നിങ്ങളുടെ പ്രാർത്ഥനയും വിശ്വാസം പോലെയാണ്. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു വലിയ അനുഗ്രഹമാണ്. അപ്പോൾ അതിനൊരു സാക്ഷ്യം, അതിനപ്പുറത്തേക്കൊരു ദൈവത്തോടൊരു നന്ദി പറയലില്ല. അതാണ് എത്രയും ആളുകളുടെ മുമ്പിൽ, 10,000, 4,000 പേരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ദൈവത്തിന് ഇത്രയും വലിയൊരു സാക്ഷ്യം കൊടുത്തു. അപ്പോൾ അതിനേക്കാൾ വലിയൊരു ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് ഇനി കിട്ടാനില്ല. ഞങ്ങൾക്ക് മുന്നോട്ടുള്ള ഒരു ജീവിതത്തിന് ഈ ഒരു അനുഗ്രഹം എപ്പോഴും കൂടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വിശ്വാസമുണ്ട്. ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ അന്നും ഇന്നുമാണെങ്കിലും അവിടെ വെച്ച് നമ്മൾ കണ്ട ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞപ്പോൾ കുഞ്ഞുണ്ടായി, അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തലയിലെ ബ്രെയിനിലെ സിസ്റ്റ് പോയി എന്ന് പറഞ്ഞപ്പോൾ ഉള്ള അവിടെ കേട്ട ഒരു കരഘോഷമുണ്ടല്ലോ, അത് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറയിച്ചു. അത്രയും പേരുടെ മുമ്പിൽ ഞാൻ വളരെ ടെൻഷൻ അടിച്ചു, ഭയങ്കര ടെൻഷൻ അടിച്ചാണ് നിന്നത്. നമ്മൾ ഈ ക്യാമറ ഇങ്ങനെ ഫോൺ ഒരു കൈ പിടിച്ചിട്ട്, അല്ലെങ്കിൽ ക്യാമറ ഒരിടത്ത് വെച്ചിട്ട് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ നമ്മളൊക്കെ ഈ സംസാരിക്കുന്ന ഇടത്ത് തോന്നി ഞാനൊക്കെ വലിയ ആളാവുകൊണ്ട് ഒരുപാട് എനിക്ക് സംസാരിക്കാൻ അറിയാം. ഒരിക്കലുമില്ല. 10 പേരുടെ മുമ്പിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുട്ട് കൂട്ടിയിടിക്കുന്ന ഒരു ആളാണ് ഞാൻ കേട്ടോ. പക്ഷേ അത്രയും ആളുകളുടെ മുന്നിൽ നിന്ന് സംസാരിച്ചു. അപ്പം ഞാനിത് പറഞ്ഞ് തീരുകയും ആളുകൾ കൈയടിച്ചപ്പം എനിക്കുണ്ടായൊരു സന്തോഷം, പിന്നെ ഞങ്ങൾക്കുണ്ടായൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.
അപ്പം എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒത്തിരി നന്ദി. ഇത് ഭയങ്കര ഒരു ഇതാണ്. ഈ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഞങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നത്. ഞങ്ങളുടെ സ്വപ്നമായിരുന്നു അവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാമെന്നുള്ളത്, ഈ 1-2 വർഷത്തോളമായിട്ടുള്ള. അപ്പം അത് സാധിച്ചു. ആ കുട്ടി അവിടെ നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പോവുക, പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കായിരിക്കും. നമ്മുടെ എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, പ്രാർത്ഥനയായിട്ടോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.